ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 11. ഇന്ന് നമ്മൾ ശ്രീരാമചന്ദ്രൻ്റെ വനവാസം ആ കഥയാണ് പറയുന്നത്. ഇന്നലെ നമ്മൾ കൈകേയി ദശരഥനോട് 2 വരങ്ങൾ ആവശ്യപ്പെട്ട ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. രാജാവ് കൈകേയിയെ ശപിക്കുന്ന ഭാഗം അതാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അതായത് ഇങ്ങനെ ശാപവാക്കുകൾ പറയുകയാണ്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞിട്ടും കൈകേയി തൻ്റെ ആ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ്. പുറത്ത് ധാരാളം ബന്ധുക്കൾ, മിത്രങ്ങൾ, മറ്റു രാജ്യങ്ങളിലെ രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ശ്രീരാമചന്ദ്രൻ്റെ പട്ടാഭിഷേകമാണ്. അതിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പക്ഷേ ദശരഥ മഹാരാജാവിനെ മാത്രം കാണുന്നില്ല. അങ്ങനെ രാജാവിനെ അന്വേഷിച്ച് സുമന്ത്രര് കൈകേയിയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. സുമന്ത്രര് ചെന്ന് നോക്കുമ്പോൾ മഹാരാജാവ് ഭൂമിയിൽ തളർന്നു കിടക്കുകയാണ്. സുമന്ത്രർ ചോദിക്കുകയാണ്, മഹാരാജൻ പുറപ്പെടൂ, രാമന്റെ അഭിഷേകത്തിന് മുഹൂർത്തമാകുന്നു. 100 കണക്കിന് രാജാക്കന്മാർ കൊട്ടാരത്തിലെത്തിയിട്ടുണ്ട്. താമസിക്കരുത്, അവിടുന്ന് പുറത്തേക്ക് എഴുന്നള്ളണം എന്ന് സുമന്ത്രര് രാജാവിനോട് പറയുന്നു. ഉടനെ ദശരഥ മഹാരാജാവ് പറയുകയാണ്, മിത്രമേ, അങ്ങേക്ക് കാരണം അറിയില്ല, അതുകൊണ്ടാണ് അങ്ങിങ്ങനെ പറയുന്നത്. കൈകേയി എന്നെ കൊന്നു കളഞ്ഞിരിക്കുന്നു. അധമയായ റാണി എൻ്റെ ഹൃദയം പിളർത്തിയിരിക്കുന്നു. അവൾക്ക് കൊടുത്ത സത്യപ്രതിജ്ഞയിൽ ഞാൻ സ്വയം ബന്ധിതനായിരിക്കുന്നു. വേഗം ചെന്ന് രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. എന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കുവാനുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ടതും കൈകേയി പറയുകയാണ്, ചെല്ലു സുമന്ത്രരെ, രാമനെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരൂ, മഹാരാജാവ് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക എന്ന് കൈകേയി പറയുകയും ചെയ്തു. അങ്ങനെ സുമന്ത്രര് തേരുമായി രാമന്റെ അടുക്കൽ ചെല്ലുന്നു. എന്നിട്ട് മഹാരാജാവ് എത്രയും പെട്ടെന്ന് രാമനെ കാണണം എന്ന് പറഞ്ഞിരിക്കുന്നതായി അറിയിക്കുന്നു. അങ്ങനെ രാമൻ കൈകേയിയുടെ അന്തഃപുരത്തിൽ എത്തിച്ചേരുന്നു. അച്ഛനെ നമസ്കരിക്കുന്നു. രാമന്റെ കൂടെ ലക്ഷ്മണനുണ്ട്. ലക്ഷ്മണൻ പുറത്തു കാത്തു നിൽക്കുകയാണ്. രാമൻ മാത്രമാണ് അകത്തേക്ക് കടക്കുന്നത്. രാമൻ കാണുന്ന കാഴ്ച അതാ അച്ഛൻ നിലത്തു കിടക്കുന്നു. കൈകേയി അടുത്തു നിൽക്കുന്നുണ്ട്. രാമൻ അച്ഛൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അച്ഛനെ നമസ്കരിക്കുന്നു. എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നു, അമ്മേ, എന്തിനാണ് അച്ഛൻ വിഷമിച്ച് നിലത്തു കിടക്കുന്നത്? കോപിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും സാധാരണ എന്നെ കണ്ടാൽ പുഞ്ചിരിക്കാറുണ്ട്. ഇപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല. എന്താണ് അതിന് കാരണം എന്ന് ചോദിക്കുന്നു. അപ്പോൾ കൈകേയി തൻ്റെ നിഷ്ഠൂരമായ ഹൃദയത്തോടു കൂടി നടന്ന കാര്യങ്ങളെല്ലാം രാമനോട് പറയുന്നു. എന്താണ് പറഞ്ഞത്? അസുരരുമായുള്ള യുദ്ധത്തിൽ രാജാവിൻ്റെ ജീവൻ രക്ഷിച്ചത് ഞാനാണ്. ആ യുദ്ധത്തിൻ്റെ ഫലമായി രാജാവിന് ധാരാളം വ്രണങ്ങൾ ഉണ്ടായി. ആ വ്രണങ്ങൾ ശുശ്രൂഷിച്ചതും ഞാനാണ്. അതിൻ്റെ ഭാഗമായി 2 വരങ്ങൾ രാജാവ് എനിക്ക് തന്നിരുന്നു. ഞാൻ അപ്പോൾ അത് ചോദിച്ചില്ല. ഇപ്പോൾ ചോദിച്ചു. ഞാൻ ചോദിച്ച ആദ്യത്തെ വരം, എൻ്റെ മകൻ ഭരതൻ രാജാവാകണം. 2ാമത്തെ വരം, രാമൻ ശിരസിൽ ജട അണിഞ്ഞ് 14 വർഷം ഫലമൂലങ്ങൾ ഭക്ഷിച്ച് കാട്ടിൽ ജീവിക്കണം. ഈ 2 വരങ്ങൾ ഞാൻ ചോദിച്ചു. അതിനാണ് രാജാവ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് കൈകേയി പറയുകയാണ്. ഇത് കേട്ടതും രാമൻ പുഞ്ചിരിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് രാമൻ പറയുകയാണ്, അമ്മയുടെ വാക്കനുസരിച്ചിട്ട് ഇതാ ഞാൻ വനത്തിലേക്ക് പോകുന്നു.
അമ്മയുടെ ആജ്ഞ ലംഘിച്ച് അച്ഛൻ പറയുന്ന കാര്യം പോലും ഞാൻ ചെയ്യുന്നത് ഉചിതമല്ല. അച്ഛൻ്റെ കാര്യം നടക്കട്ടെ. അമ്മ കൽപ്പിക്കൂ. ആ കൽപ്പനയാണ് ഏറ്റവും വലുത്. വരം തരാമെന്ന് അച്ഛൻ പറഞ്ഞത് അമ്മയ്ക്ക് പ്രീതി വരും വിധം നടക്കണം. ഞാൻ വനത്തിൽ ചെന്ന് 14 വർഷം താമസിക്കാം. ഭരതനെ ഉടൻ തന്നെ നാട്ടിലേക്ക് വരുത്തുക. ഭരതൻ രാജാവാകുന്നത് എനിക്ക് സന്തോഷമാണ്. അമ്മ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല. ധനവും ജനവും രാജ്യവും ഐശ്വര്യവും എല്ലാം ഭരതന് ലഭിക്കട്ടെ. ഇങ്ങനെ രാമൻ പറയുകയാണ്. ഉടനെ കൈകേയി പറയുകയാണ്, നീ ആദ്യം വനത്തിലേക്ക് പോവുക, എന്നിട്ട് ഭരതൻ ഇങ്ങോട്ട് വന്നാൽ മതി. ഞാൻ പറയുന്നതിൽ ദേഷ്യം തോന്നരുത്. ശിരസിൽ ജട അണിഞ്ഞ് നീ ഇപ്പോൾ തന്നെ വനത്തിലേക്ക് പോകണം. ഇങ്ങനെ രാമനും കൈകേയിയും തമ്മിലുള്ള സംഭാഷണം നടക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ദശരഥ മഹാരാജാവ് തല കുനിച്ചിരിക്കുന്നു. എന്തു പറയാൻ, കൈകേയിക്ക് ലജ്ജയോ ഭയമോ ഇല്ല. രാമൻ കൈകേയിയെ സമാധാനിപ്പിച്ചു. അമ്മേ, ഞാനിതാ പുറപ്പെടുകയാണ്. സീതയെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കണം. അത്രയും സമയം അമ്മ നൽകുക എന്ന് പറയുന്നു. ദശരഥ മഹാരാജാവ് കരയുകയാണ്. രാമൻ അച്ഛൻ്റെ പാദങ്ങളിൽ വന്ദിച്ചു. ദശരഥൻ സന്തോഷം മുഴുവനും നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞു. അച്ഛനെ വന്ദിച്ചിട്ട് രാമൻ പുറത്തേക്കിറങ്ങി. രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ട് ദശരഥൻ ബോധം കെട്ട് വീണ്ടും നിലത്തു വീണു. മുഖത്ത് വാക്കുകളോ അകത്ത് ചേതനയോ ഇല്ല. രാമൻ പുറത്തേക്ക് വരുന്നു. ലക്ഷ്മണന്റെ അടുക്കലേക്ക് എത്തുന്നു. രാമൻ പറഞ്ഞത് ലക്ഷ്മണനല്ലാതെ മറ്റാരും കേട്ടതുമില്ല. അവർ രണ്ടുപേരും കൗസല്യയുടെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. ആ സമയത്ത് കൗസല്യ ദേവന്മാരെ പൂജിക്കുകയാണ്. രാമൻ രാജാവാകുന്നു എന്ന സന്തോഷത്താൽ എല്ലാ പൂജകളും ചെയ്യുകയാണ്. രാമനെ കണ്ടതും കൗസല്യ എഴുന്നേൽക്കുന്നു. എന്നിട്ട് രാമനെ ആശീർവദിക്കുന്നു. അപ്പോൾ രാമൻ എല്ലാ കാര്യങ്ങളും കൗസല്യയോട് പറയുന്നു. അതെല്ലാം കേട്ട കൗസല്യ തളർന്നു പോയി. രാമൻ അമ്മയെന്ന് ഉറക്കെ വിളിക്കുന്നു. തൻ്റെ വാക്കുകൾ കേട്ടിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നായി രാമൻ്റെ ഭയം. അങ്ങനെ അമ്മയെ അടുത്തിരുത്തി രാമൻ ആശ്വസിപ്പിക്കുന്നു. കൈകേയിയോട് ഞാൻ എന്തു തെറ്റാണ് ചെയ്തത്, എന്തിനാണ് അവൾ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കൗസല്യ കരയുകയാണ്. അപ്പോൾ രാമൻ അമ്മയോട് പറയുകയാണ്, അമ്മേ, ഇതൊന്നും ചെറിയമ്മയുടെ കുറ്റമല്ല, വിധിയുടെ നിശ്ചയമാണ്. ചെറിയമ്മ അച്ഛനെ പലതവണ ശുശ്രൂഷിച്ചിട്ടുണ്ട്. 2 വരം അച്ഛൻ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാജാവാകും എന്ന് കേട്ടപ്പോൾ ചെറിയമ്മ ആ 2 വരങ്ങളും ചോദിച്ചു. 1 വരം കൊണ്ട് ഭരതനെ രാജാവാക്കുന്നു, 2ാമത്തെ വരം കൊണ്ട് എന്നെ വനത്തിലേക്ക് അയക്കുന്നു. സ്ത്രീകൾക്ക് ഭർത്താവല്ലാതെ മറ്റു ഗതിയില്ല. ചെറിയമ്മയ്ക്ക് ഹിതം ചെയ്യുന്നതിന് അച്ഛന് അതീവമായ ആഗ്രഹമുണ്ട് എന്ന് പറയുകയാണ് ആര്? രാമൻ. അത് കേട്ടതും കൗസല്യയുടെ ഹൃദയം തകർന്നു പോയി. എന്നിട്ട് കൗസല്യ ചോദിക്കുകയാണ്, ഭരതന് രാജ്യം കൊടുക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ അതിനുവേണ്ടി നീ എന്തിനാണ് വനത്തിലേക്ക് പോകുന്നത്? നാരീവചനം കേട്ട് രാജാവ് ദുഷ്കീർത്തി നേടുകയാണ്. സ്ത്രീജിതനായ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് രാജ്യം ഉപേക്ഷിക്കുന്നത് എന്തിന്? ഇങ്ങനെയൊക്കെ കൗസല്യ ചോദിക്കുന്നു. ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ലക്ഷ്മണൻ. ലക്ഷ്മണൻ പറയുകയാണ്, ജ്യേഷ്ഠമാതാവ് പറഞ്ഞതാണു ശരി. ആദ്യം രാജ്യം തരുന്നു എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് തള്ളിവിടുന്നു. ജ്യേഷ്ഠപുത്രന് രാജ്യം ലഭിച്ചു എന്ന് എല്ലാവരും പറയുന്നു.
ആഘോഷിക്കുന്നു. ആ പുത്രനെ വനത്തിലേക്ക് അയക്കുന്നത് എന്തു കുറ്റം ചെയ്തിട്ടാണ്? അച്ഛന് ഇതു നിമിത്തം ദുഷ്കീർത്തി ഉണ്ടാകും. ഇപ്പോഴുണ്ടായതൊക്കെ ആളുകൾ അറിയുന്നതിന് മുമ്പ് ശ്രീരാമചന്ദ്രൻ രാജ്യം ഏറ്റെടുക്കണം. വാർദ്ധക്യത്തിലെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചു പോയി അച്ഛന്. രാജാവിന് ചിത്തഭ്രമം പിടിപെട്ടു. അങ്ങനെയുള്ള രാജാവിനെ കൈകേയി വശീകരിച്ചിരിക്കുകയാണ്. ജ്യേഷ്ഠൻ ആജ്ഞാപിച്ചാൽ ഞാൻ ഭരതനെ വധിച്ചിട്ട് ജ്യേഷ്ഠന് രാജ്യം നൽകാം. ഞാൻ ജ്യേഷ്ഠന്റെ സേവകനും അനുജനുമാണ്. ഭരതന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ലക്ഷ്മണൻ. അത് കേട്ടതും കൗസല്യ പറയുകയാണ്, ചെറിയമ്മയുടെ വാക്കുകേട്ട് രാമൻ വനത്തിൽ പോകേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഒരു സത്യം പാലിക്കുക. ഭരതന് രാജ്യം മുഴുവനും കൊടുക്കുക. രണ്ടാമത്തെ സത്യം പാലിച്ചതുകൊണ്ട് എന്തു പ്രയോജനം? രാമ, നീ നാട്ടിൽ തന്നെ താമസിക്കുക, കാട്ടിൽ പോകേണ്ടതില്ല. ഇങ്ങനെ പറയുകയാണ് കൗസല്യ. ഇതു കേട്ടതും ശ്രീരാമൻ പറയുകയാണ്, അമ്മേ, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. അച്ഛൻ പരമഗുരുവാണ്, അമ്മയ്ക്ക് ഈശ്വരനാണ്. പരശുരാമൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് അമ്മയുടെ ശിരസ് അറുത്തില്ലേ? അഷ്ടാവക്രൻ പിതാവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് ഗോവധം ചെയ്തില്ലേ? സഗരപുത്രന്മാർ ആപത്തിൽപ്പെട്ടത് അച്ഛൻ്റെ വാക്കു പാലിക്കുവാനാണ്. അച്ഛൻ സത്യം ലംഘിക്കാത്ത ആളാണ്, സത്യം ചെയ്യുന്നവനാണ്. എനിക്ക് ദുഃഖമുണ്ടാകുന്നതിൽ അച്ഛന് വലിയ വേദനയുണ്ട്. അച്ഛൻ്റെ വാക്കു പാലിക്കുന്നില്ലെങ്കിൽ എനിക്ക് രാജ്യ ഐശ്വര്യങ്ങളും ജീവൻ തന്നെയും വെറുതെയാണ്. അച്ഛൻ ചെറിയമ്മയെ ഉപേക്ഷിക്കുകയാണ്. അച്ഛനെ രാപകൽ ഇനി അമ്മ വേണം ശുശ്രൂഷിക്കുവാൻ. ഇങ്ങനെ രാമൻ പറയുന്നു. ലക്ഷ്മണൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ്. ലക്ഷ്മണനോട് കോപം ഉപേക്ഷിക്കുവാൻ ശ്രീരാമൻ പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഭരതൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവന് ഒരു ദോഷവുമില്ല, അവൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അകാരണമായി അവനിൽ ദോഷം ആരോപിക്കരുത്. ഇത് വിധിയാണ്. അതിൽ ഭരതൻ എന്തു ചെയ്തു? ഇങ്ങനെ രാമൻ വീണ്ടും പറഞ്ഞു. എങ്കിലും കൗസല്യയും ലക്ഷ്മണനും ഒന്നും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അംഗീകരിച്ചില്ല. എന്നിട്ട് രാമൻ വീണ്ടും അമ്മയോട് പറയുകയാണ്, അമ്മേ, അനുവാദം നൽകണം, ഞാൻ ഇന്നു തന്നെ വനത്തിലേക്ക് പോകട്ടെ എന്ന് പറയുന്നു. അപ്പോൾ കൗസല്യ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നാണ് എനിക്കിനി നിന്നെ കാണുവാൻ സാധിക്കുന്നത്? എന്നിട്ട് മന്ത്രജപങ്ങൾ ചെയ്തു രാമന് വേണ്ടി കൗസല്യ. അതിനുശേഷം കൗസല്യ വീണ്ടും പറയുകയാണ്, കാട്ടിൽ 14 വർഷം സുഖമായിരിക്കട്ടെ. അഷ്ടദിക്പാലകന്മാർ നിനക്ക് തുണയായിരിക്കട്ടെ. ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും ഏകാദശ രുദ്രന്മാരും ദ്വാദശാദിത്യന്മാരും ജലത്തിലും സ്ഥലത്തിലും ഭൂമിയിലും എല്ലായിടത്തും നിന്നെ രക്ഷിക്കട്ടെ. ഈ 14 വർഷങ്ങൾ, ആ 14 വർഷങ്ങൾ നിന്നെ എല്ലാവരും തുണയ്ക്കട്ടെ. ഞാൻ 14 വർഷങ്ങൾ കൂടി ജീവിച്ചിരിക്കുമെങ്കിൽ വീണ്ടും കാണാം മകനെ എന്ന് പറയുന്നു. അതിനുശേഷം രാമനും ലക്ഷ്മണനും കൂടി സീതാദേവിയെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് തൻ്റെ കർമ്മദോഷം നിമിത്തം താൻ വനത്തിലേക്ക് പോവുകയാണ് എന്നും 14 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാം എന്നും അതുവരെ അമ്മയെ ശുശ്രൂഷിക്കണമെന്നും സീതയോട് പറയുന്നു. അത് കേട്ടതും സീത പറയുകയാണ്, ഭർത്താവല്ലാതെ
സ്ത്രീകൾക്ക് മറ്റൊരു ഗതിയുമില്ല. ഭർത്താവ് ജീവിച്ചാൽ ജീവിക്കും, മരിച്ചാൽ മരിക്കും. പ്രാണനാഥ, എന്തിനാണ് ഒറ്റയ്ക്ക് വനത്തിലേക്ക് പോകുന്നത്? വനവാസം 2 പേർക്കും കൂടിയാകട്ടെ, ഞാൻ ദാസിയായി കൂടെ വരാം. വനത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാകും. ദാസിയായി ഞാൻ കൂടെയുണ്ടെങ്കിൽ ദുഃഖം നമുക്ക് ഒന്നിച്ചു സഹിക്കാം. ഇങ്ങനെ പറയുകയാണ് സീത. അത് കേട്ടതും രാമൻ വനത്തിൽ ധാരാളം ആപത്തുകൾ ഉണ്ടെന്നും വന്യമൃഗങ്ങളുണ്ടെന്നും രാക്ഷസന്മാർ ഉണ്ട് എന്നും പറയുന്നു. പക്ഷേ സീത താൻ കൂടെ വരും എന്ന് നിർബന്ധപൂർവം പറയുന്നു. രാമൻ അത് അംഗീകരിക്കുന്നു. അതിനുശേഷം ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, അനുജ, രാജധാനിയിൽ നീ താമസിക്കണം, എന്നിട്ട് എല്ലാവരെയും രക്ഷിക്കണം, ദാസന്മാരെയും ദാസിമാരെയും പരിപാലിക്കണം. രാജ്യം നേടുന്നതിന് ഒരിക്കലും മോഹിക്കരുത്. ഞാൻ പോകുന്നത് കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ദുഃഖം അത് നിന്റെ മുഖം കണ്ടുകൊണ്ട് ഇല്ലാതാക്കണം. ഞാൻ തന്നെയാണു നീ, നീ തന്നെയാണു ഞാൻ. ഇങ്ങനെ പറയുകയാണ് രാമൻ. അത് കേട്ടതും ലക്ഷ്മണൻ പറയുകയാണ്, ജ്യേഷ്ഠ, അങ്ങനെ പറയരുത്. അങ്ങില്ലാതെ ഈ രാജധാനിയിൽ എനിക്ക് എങ്ങനെയാണ് കഴിയുവാൻ സാധിക്കുന്നത്? ഞാൻ ദാസനായി അങ്ങയുടെ കൂടെ വരാം. ദാസനുണ്ടെങ്കിൽ അങ്ങേക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ദുഃഖങ്ങൾ നമുക്ക് ഒരുമിച്ച് പങ്കിടാം. ജ്യേഷ്ഠത്തി രാജകുമാരിയായി വളർന്നവളാണ്. ജ്യേഷ്ഠത്തിക്ക് ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ ശീലിച്ച് പരിചയമില്ല. അതുകൊണ്ട് ഒരു ദാസനായി ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ദേവിക്ക് അതൊരാശ്വാസമാകും എന്ന നിലയിൽ ലക്ഷ്മണൻ രാമനോട് പറയുന്നു. അത് കേട്ടതും ശ്രീരാമൻ പറയുകയാണ്, അനുജ, വനത്തിലേക്ക് പോകാൻ നിശ്ചയിച്ചു എങ്കിൽ വില്ലും അമ്പും ആവനാഴിയും എടുത്തുകൊള്ളുക. വിഷമം സൃഷ്ടിക്കുന്ന രാക്ഷസന്മാർ വനത്തിലുണ്ട്. അതിനാൽ ആയുധങ്ങൾ ധരിക്കുക എന്ന് പറയുന്നു. ജ്യേഷ്ഠന്റെ ആജ്ഞ കിട്ടിയപ്പോൾ ലക്ഷ്മണൻ വിശിഷ്ടങ്ങളായ ആയുധങ്ങൾ എടുക്കുന്നു. അതിനുശേഷം രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, ധനങ്ങൾ ഉപേക്ഷിക്കുക, എല്ലാം ദാനം ചെയ്യുക. ഇങ്ങനെ പറയുന്നു. അതിനുശേഷം രാമൻ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. എന്നെക്കുറിച്ച് ഓർത്ത് ആരും ദുഃഖിക്കരുത്. അനുജൻ ഭരതൻ എല്ലാവരെയും പരിപാലിക്കും. ഭരതന് ഒരു ദോഷവുമില്ല. ഭരതന്റെ പെരുമാറ്റത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് ധാരാളം ധനം രാമൻ ദാനം ചെയ്യുന്നു. അങ്ങനെ ദാനങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു ബ്രാഹ്മണൻ എത്തിച്ചേരുന്നു. ആ ബ്രാഹ്മണൻ രാമനോട് പറയുകയാണ്, മഹാരാജൻ, ഞാൻ ത്രിജട എന്ന ബ്രാഹ്മണനാണ്, ദരിദ്രനാണ്, വൃദ്ധനായി. എൻ്റെ ഭാര്യയും വൃദ്ധയാണ്. ഞങ്ങൾക്ക് പുത്രന്മാരില്ല. വയസ്സുകാലത്ത് എൻ്റെ ഭാര്യയെ സംരക്ഷിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. അങ്ങല്ലാതെ ഞങ്ങൾക്ക് മറ്റാരാണ് ഗതി എന്ന് ചോദിക്കുന്നു. അപ്പോൾ രാമൻ പറയുകയാണ്, ബ്രാഹ്മണ, അങ്ങ് എല്ലാം കഴിഞ്ഞപ്പോഴാണല്ലോ വന്നത്. പണം മുഴുവനും തീർന്നു കഴിഞ്ഞു. 1,00,000 പശുക്കളെ കൊണ്ടുപോയിക്കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ് 1,00,000 പശുക്കളെ ബ്രാഹ്മണന് ദാനം ചെയ്യുന്നു. ബ്രാഹ്മണൻ ഈ 1,00,000 പശുക്കളെയും കൊണ്ട് പോകുവാൻ തുടങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റു ജനങ്ങൾ വിചാരിക്കുകയാണ്, ഈ ബ്രാഹ്മണന് എന്തിനാണ് ഇത്രയധികം പശുക്കൾ? ഈ പശുക്കളെ ഈ ബ്രാഹ്മണന് പോറ്റാൻ സാധിക്കുകയില്ല, അത്ര അധികമുണ്ട്. അതോടുകൂടി രാമന് ബ്രാഹ്മണ ശാപം കൂടി ഉണ്ടാകുമല്ലോ. ബ്രാഹ്മണന്റെ ദുഃഖം, ആ ദുഃഖം കൊണ്ടുണ്ടാകുന്ന
ശാപം അത് രാമനെ ബാധിക്കുമല്ലോ എന്ന് ജനങ്ങൾ പറയുന്നു. അത് രാമൻ കേൾക്കുന്നു. ശരിയാണ്, ഈ ബ്രാഹ്മണന് 1,00,000 പശുക്കളെ പാലിക്കുവാനാകില്ല. അതിനാൽ തൊഴുത്ത് നൽകാം, ഇനി മറ്റെന്തെങ്കിലും നൽകണമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ത്രിജട എന്ന ആ ബ്രാഹ്മണൻ പറയുകയാണ്, മറ്റൊന്നും വേണ്ട, പശുക്കൾ മതി. ഞങ്ങൾ വൃദ്ധനും വൃദ്ധയും, ഞങ്ങൾക്ക് വേണ്ട പാൽ ഞങ്ങൾ കുടിക്കും, ബാക്കി പാൽ ഞങ്ങൾ വിൽക്കും. അങ്ങനെ വിറ്റാൽ ആവശ്യത്തിന് പണവും കിട്ടും. അവിടുന്ന് അനാഥർക്ക് നാഥനും എല്ലാവർക്കും ആശ്രയവുമാണ്. അങ്ങയുടെ ഗുണങ്ങൾ ആർക്കാണ് വാഴ്ത്തുവാൻ സാധിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞ് 1,00,000 പശുക്കളെയും കൊണ്ട് ധനികനായി ആ ത്രിജട എന്ന ബ്രാഹ്മണൻ പോകുന്നു. അതിനുശേഷം ശ്രീരാമനും സീതയും ലക്ഷ്മണനും വനത്തിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി വികാരനിർഭരമായ കാഴ്ചകളാണ് കാണാനായിട്ട് പോകുന്നത്. ഇന്നത്തെ ഈ ഭാഗം നിങ്ങളെല്ലാവരും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവരണം. ഇനി നമുക്കെല്ലാവർക്കും രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും കൂടെ വനത്തിലേക്ക് പോകാം. എല്ലാവരും അതിനു വേണ്ടി കാത്തിരിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരും രാമ രാമ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹരേ കൃഷ്ണ.